ഇന്ന് അനുഗ്രഹത്തിൻ്റെ പുറകിലാണ് ക്രിസ്തീയ സമൂഹം ഓടിക്കൊണ്ടിരിക്കുന്നത്. ദൈവസന്നിധി എങ്ങനെങ്കിലും അനുഗ്രഹം മേടിച്ചെടുക്കണമെന്ന്. ബൈബിളിനകത്ത് 2 വ്യക്തികൾ അനുഗ്രഹത്തിന് വേണ്ടി ശ്രമിച്ചത് നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ നമുക്ക് നോക്കും. ഒന്ന് യാക്കോബും ഒന്ന് ഏശായും. അവർ രണ്ടുപേരും അപ്പൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം മേടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവർ ശ്രമിച്ച 3 കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കാം. ഒന്ന്, ഏശ അനുഗ്രഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു വെച്ചാൽ അപ്പൻ പറഞ്ഞതിനെ അനുസരിച്ചു. 2, അപ്പൻ്റെ ഇഷ്ടത്തിന് ഏശായി തന്നെ താൻ എന്ത് ചെയ്തു? വിട്ടുകൊടുത്തു. 3, അപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരുന്നു കഷ്ടപ്പെടുന്ന ഒരു ഏശായെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യാക്കോബിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന്, തന്നെത്താൻ വിശുദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിച്ചവൻ. എന്ന് വെച്ചാൽ ആടിൻ്റെ രോമം കൊണ്ട് ശരീരത്തിൽ വെച്ച് അപ്പൻ്റെ സന്നിധിയിൽ കടന്നു പോയവൻ. ആട് പഴയ നിയമത്തിൽ വിശുദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന. അപ്പം യാക്കോബ് തന്നെത്താൻ വിശുദ്ധീകരിച്ച് ഞാൻ വിശുദ്ധനാണ് എന്ന് കാണിച്ചു കൊടുത്ത് അനുഗ്രഹത്തെ മേടിക്കാൻ വേണ്ടി ശ്രമിച്ചതായിട്ട് നമുക്ക് കാണും. 2-ാമത്തെ കാര്യം, അവൻ കള്ളം പറഞ്ഞു. അപ്പൻ്റെ സന്നിധിയിൽ കള്ളം പറഞ്ഞ് അപ്പനെ പറഞ്ഞ് പറ്റിച്ച് എന്ത് ചെയ്തു? അനുഗ്രഹത്തെ മേടിച്ചെടുക്കുന്ന യാക്കോബിനെ കാണുന്നു. 3, അപ്പൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുവാൻ അവന് സമയമില്ല. അവൻ ഷോർട്ട് കട്ടായിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്തു? ആ കാര്യങ്ങൾ അനുഗ്രഹത്തെ മേടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഈ 2 ക്യാരക്ടറും അനുഗ്രഹത്തിന് വേണ്ടി ശ്രമിച്ചതായിട്ട് നമുക്ക് കാണുമ്പോൾ, ഈ 2 ക്യാരക്ടർ നമ്മൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം മേടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്? യാക്കോബിനെ പോലെയാണോ? ഏശയെ പോലെയാണോ? ഏശയെ പോലെയാണെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ അധിക നേരം എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കണം. 2, ഏശയ ചെയ്തതുപോലെ ദൈവ ഇഷ്ടത്തിന് തൻ്റെ ജീവിതത്തെ എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. 3, അവൻ എന്ത് ചെയ്യുന്നറിയാവോ? അപ്പൻ പറഞ്ഞത് അനുസരിച്ചു. ദൈവവചനത്തെ അനുസരിച്ചു. ദൈവസന്നിധിയിൽ കാത്തിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ. അല്ലേ എന്തെങ്കിലും ചെയ്ത് ഞാൻ ദൈവസന്നിധിയിൽ എത്ര തെറ്റുണ്ടെങ്കിലും പെർഫെക്റ്റ് എന്ന് കാണിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞ് ദൈവത്തെ പറ്റിച്ച് കാത്തിരിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, ബൈബിൾ വായിക്കാൻ സമയമില്ല. പക്ഷെ അനുഗ്രഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണ് ഞങ്ങൾ. യാക്കോബിനെ പോലെ നാം ചിന്തിക്കാം. 2 ക്യാരക്ടറിൽ നാം എങ്ങനെയാണ് അനുഗ്രഹത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ശ്രമിക്കുന്നത്? ഒരു കാര്യം ഓർത്തോണം, അനുഗ്രഹമല്ല പ്രാധാന്യം. ഇവിടെ യാക്കോബിന് അനുഗ്രഹം കിട്ടിയ കാരണം ഐസക്കിന് കണ്ണ് കാണാത്ത കൊണ്ട് അനുഗ്രഹിക്കുക. പക്ഷെ നമ്മുടെ ദൈവം കണ്ണ് കാണാത്ത ദൈവമല്ല. നമ്മുടെ ദൈവം എല്ലാം കാണുന്ന ദൈവം. അവനെ പറ്റിച്ച് അവനെ വഞ്ചിച്ച് നമുക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. അവൻ്റെ മുമ്പിൽ വിശുദ്ധിയോടെ നിന്ന് അവൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് അവൻ്റെ വചനത്തെ അനുസരിച്ച് ആ ദൈവത്തിൻ്റെ കുഞ്ഞാട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം.